നീ ഇതുപോലെ റോഡിലെവിടെ പോയി വീണിട്ടില്ലേ? പാലത്തിനടുത്ത് എന്തുവായിരുന്നത്? എന്നിട്ട് ഇവിടെ പറയേണ്ട ആവശ്യം ഞാൻ ചിരിച്ചില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചിരിക്കുന്നത്. കേൾക്കാത്തവർക്ക് വേണ്ടി അങ്ങനെ ഞാൻ TKM കോളേജിൽ പഠിക്കുന്ന സമയം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗേൾസ് ഡേ ഔട്ടിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. അവിടെ ചെന്നപ്പോ അവരുടെ വീട്ടില് വാപ്പച്ചും ഉമ്മച്ചും ഒന്നും ഇല്ലായിരുന്നേ. അപ്പൊ അവരുടെ വീട്ടിൽ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം അമ്മു ഞാനും കൂടി സ്കൂട്ടറിൽ പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വെറുതെ ഒരു റൈഡ് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. അല്ല, റസ്നിയുടെ വണ്ടിയാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞാൻ അമ്മുവിന്റെ അടുത്ത് പറഞ്ഞു, അമ്മു ഞാൻ കൊല്ലത്തുനിന്ന് വീട് വരെ ഞാൻ ഓട്ടിച്ചിട്ടുണ്ട് സ്കൂട്ടർ, ധൈര്യമായിട്ട് എന്നെ ഏൽപ്പിച്ചോന്ന് പറഞ്ഞേ. അമ്മ ഉള്ളതാണോ? ഞാൻ പറഞ്ഞു ഉറപ്പാ ഓട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചേ താക്കോൽ എവിടെ? അപ്പൊ ആ മന്ദബുദ്ധിക്ക് മനസ്സിലാക്കി കൂടെ എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലത്. എന്നിട്ട് ഞങ്ങൾ വണ്ടി ഓട്ടിച്ചൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഞങ്ങള് പോവാൻ നേരം അവിടെ കുറെ ചേട്ടന്മാരൊക്കെ നിപ്പുണ്ട്. ഞങ്ങൾ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മാസം അങ്ങനെ ഞങ്ങള് ഇവരെ പാസ് ചെയ്ത് ചേട്ടന്മാരെയൊക്കെ പാസ് ചെയ്തപ്പോ അവിടെ കട്ടർ ഉണ്ട് കേട്ടോ. അതുണ്ട്. അപ്പൊ അതില് ബ്രേക്ക് ഒന്നും പിടിക്കുന്നില്ല, ഇങ്ങനെ കുലുങ്ങിയൊക്കെ പോയി. എന്നാലും ഞാൻ വിചാരിച്ചു സ്റ്റൈല് വിടരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അത്ര നേരം സ്ട്രേറ്റ് റോഡായിരുന്നോ, പക്ഷെ അവിടെ ഒരു വളവ് വന്നു. പക്ഷെ എനിക്ക് വളവ് എടുക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കണ്ടല്ലോ വളവ്, ഇങ്ങനെ വീശിയെടുത്ത് അപ്പുറത്തുനിന്ന് ഒരു പാവപ്പെട്ട ഒരു പൊട്ട സൈക്കിള് വരുന്നതാ. ഇനിയാണ് ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ കേൾക്കാത്തവർ കേൾക്കണം, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം